ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാപ്പിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഗ്യാസിൻ്റെ മേലെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കിച്ചണൊക്കെ ആകെ മാറ്റിയപ്പോൾ ഭയങ്കര ഒരു പ്രത്യേകത ഒരു ആംബിയൻസ് പോലെ കേട്ടോ. കാരണം വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല സൗകര്യമായി ഇപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല പാടാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് വെക്കിയ കാരണം കൊണ്ട് ഒരു ഇരുട്ട് പിടിച്ച പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മെയിനായിട്ടും വീഡിയോ ആണ് കാരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെ ഭാഗം അടിച്ചു വാരി ഇടണമെന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കണമൊക്കെ ഉണ്ട്. പിന്നെ ചോറിനുള്ള തീയൊക്കെ കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് എടുത്തില്ല എന്നുള്ളൂ. ചോറിന് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജനലിൽ കൂടെ നോക്കി കാണുന്നുണ്ടാവും എനിക്ക് ഇരുട്ടാണ് കേട്ടോ. പുറത്ത് നേരം വിളിച്ചായിട്ടൊന്നും ഇല്ല. എന്ന് നേരത്തെ തന്നെ നീച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ വെച്ച് തിളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാപ്പിയാക്കി മാറ്റാൻ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല എന്താ പറയുക കാണാനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിപ്പോൾ. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല പാടാണ്. ഇതെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചവും വെട്ടമൊക്കെ കിട്ടുന്നില്ല. പിന്നെ നല്ല ക്ലിയറും ഉണ്ട്, കാണാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അപ്പോൾ അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ചോറിനുള്ള വെള്ളം തിളച്ചിട്ട് അതിനെ അരി ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്നെന്ന് പറയുമ്പോൾ വലിയ സ്പെഷ്യലായിട്ടുള്ളതൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അന്ന് സാധാരണത്തെ പോലെ തന്നെയാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പാചകമൊന്നും ഇല്ല എന്ന്. എന്നാലും അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് കുക്കറിൽ ചെറുപയറാണ് കേട്ടോ. നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ ചെറുപയർ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തെന്ന് പറയുമ്പോൾ പഴം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ പഴം അങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നെയ്യിലിട്ട് പൊരിക്കണ ആ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കിച്ചുവിന് ആദ്യമായിട്ടാണ് അന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അവനത് മൊത്തം കഴിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഇന്നലെ പറഞ്ഞു, അമ്മ എനിക്ക് ഇന്നും പഴം അങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു നടക്കണം കേട്ടോ. ഒന്ന് രാത്രി കിടക്കുമ്പോൾ എല്ലാതും പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. പഴം അങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ അതുപോലെ തന്നെ ആക്കി കൊടുക്കാം. അവന് എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കി കൊടുക്കണേ. ഇനി അടുത്ത ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റി ചിന്തിക്കണം, മാറ്റി ഓരോന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയില്ല അവൻ്റെ എപ്പോഴാണ് സ്വഭാവം മാറുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള സാധനം അവൻ എത്ര കഴിക്കുകയാണെന്നില്ല അതുവരെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ പഴമൊക്കെ ഞാൻ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒറ്റൊരു പഴം തന്നെ എടുത്തോളൂ കേട്ടോ, അധികം ഒന്നും എടുത്തിട്ടില്ല. അതാണ് കറക്റ്റ്. അവന് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ തുമ്പിക്കുട്ടിക്ക് ഇവിടെ കഴിക്കാനാണ്. അവരിപ്പോൾ കഴിക്കും ചെയ്യും. പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവൻ കുറച്ചതിന് ഒരു 5-6 എടുത്ത് കഴിക്കും ചെയ്യും. തുമ്പിയും കഴിക്കും കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുപോകാനും കുറച്ച് ആക്കി വെക്കണം. അപ്പോൾ ഒരെണ്ണം തന്നെ ധാരാളമാണ്. അതാണ് അവർക്ക് കറക്റ്റ്. കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കില്ല. ചിലപ്പോൾ ഓവറായി കഴിഞ്ഞാൽ അത് മട്ടിപ്പ് പോകുന്നില്ലേ. അപ്പോൾ അത് കാരണം ഓവറായിട്ടൊന്നും ഉണ്ടാക്കണില്ല. ഒറ്റൊരു പഴം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് റൗണ്ടിലെ കട്ടിയിൽ എന്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ നെയ്യൊക്കെ അങ്ങനെ ഒഴിച്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ അത്ര എന്താ പറയുക നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നുമല്ലല്ലോ. നമുക്ക് എളുപ്പം തന്നെയാണ്. കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ ആകുമ്പോൾ അവർ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല പഴുത്ത പഴമാണല്ലോ. അത് കാരണം മധുരമൊക്കെ ഉണ്ട്. പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു ഇളം മധുരം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ഓവർ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാനത് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഞാനിതാ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതാവും പഴം അപ്പത്തിന് റെഡിയാവും. ഇതും കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചുവിന് കൊണ്ടുപോകണത് ചെറുപയറും പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈയും ആണ് കേട്ടോ ഇന്ന് കൊണ്ടുപോകണത്. അല്ല ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ എന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റില്ല. ഇടവിട്ടിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ സ്പെഷ്യലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി നോക്കണം. വേറെ വെറൈറ്റി ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം. വെറൈറ്റി ഫുഡ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു പ്രത്യേക രസം തന്നെയല്ലേ. നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് അത് അറിയുള്ളൂ. കാരണം നമുക്ക് എന്നും ഒരേപോലെ ചെയ്യുമ്പോൾ അതൊരു ബോറടി പോലെ തോന്നും. ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പഴമൊക്കെ ഞാൻ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം കഴിഞ്ഞ് ഞാൻ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് ഇതാ അടുത്തത് ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട്
എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഉരുളക്കിഴങ്ങ് റൗണ്ടായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം കുറച്ച് ഒരു വലിപ്പമുള്ളൊരു കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ അല്ലെങ്കിൽ നീളത്തിലും ഒക്കെ അരിയാറ്, ഒരു ഭംഗിയില്ലാത്ത പോലെയൊക്കെ അരിയാറുള്ളത് കേട്ടോ. ഇന്ന് നല്ല കറക്റ്റായിട്ട് റൗണ്ടിലൊക്കെ അരിഞ്ഞു. എന്താണെന്നറിയില്ല, ചില ദിവസം നമ്മുടെ നല്ല ദിവസങ്ങളായിരിക്കും, നല്ല മൂഡായിരിക്കും ഓരോ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ദിവസം അതിന് വേണ്ടിയിട്ട് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് വേണ്ട വെച്ചിട്ടൊക്കെ ചെയ്യണ പോലെ തോന്നും ചില ദിവസങ്ങളിൽ. ഇന്ന് നല്ല ഉഷാറാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൈപ്പക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഈ കൈപ്പക്ക എന്ന് പറഞ്ഞ സാധനം ഞാനും തുമ്പിയും കിച്ചും തിന്നില്ല. ഞങ്ങൾ 3 പേർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണോ പിന്നെ ഇത് ആർക്കത് വെക്കണത്? ഇത് ഏട്ടന് മാത്രം സ്പെഷ്യലാണ്. ഏട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ കൈപ്പക്ക. ഈ ഏട്ടൻ എവിടെ കണ്ടാലും കൈപ്പക്ക വാങ്ങിച്ചിട്ട് വരും. ഞങ്ങൾ ഈ സാധനം തൊട്ട് നോക്കൂല കേട്ടോ, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം ഞാൻ എന്താ പറയുക, മുട്ട പൊരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ കോഴിമുട്ട പൊരിക്കാനായിട്ട് നിൽക്കുന്നത്. ഒരു ഉപ്പേരി മാത്രമായിട്ട് എങ്ങനെ ഏട്ടന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പേരി മാത്രമായിട്ട് കൊടുത്തയക്കണ്ടല്ലോ, ചാറ് കറിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊരു മുട്ടയും കൂടി പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓംലേറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ ഞാൻ ആക്കുകയാണ് കേട്ടോ. അതാണ് സ്നാക്സ് ബോക്സ്. അതിൽ കുറച്ച് 2-3-4 ബദാം വെച്ചിട്ടുണ്ട്. പിന്നെ ഓവറായിട്ടൊന്നും വെച്ച് കൊടുക്കില്ല കേട്ടോ. ഈ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ് ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ടൊന്നുമില്ല. ഒരു ബദാമാണെങ്കിൽ ഒരു 4 എണ്ണം, കടലയാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണം കണക്കിനാണ് ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു പിടി അങ്ങ് വാരി കൊടുക്കൊന്നുമില്ല, അങ്ങനെയൊന്നും കൊടുക്കില്ല. അപ്പോൾ അവൻ്റെ കറിപ്പാത്രത്തിൽ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏട്ടനുള്ളതാണ് കേട്ടോ. വാഴല ഞാനിപ്പോൾ ഏട്ടൊരു കഷ്ണം മുറിച്ച് തന്നാണ്. എന്നിട്ട് ഞാനതൊന്ന് ചൂടത്ത് അടുപ്പിനോട് വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലാണ് പൊതിഞ്ഞ് വയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ പൊട്ടുമല്ലോ ഇല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കോഴിമുട്ട ഈ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത്രയും ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുള്ള കാരണം ഏട്ടൻ പറയാറുള്ള കേട്ടോ, നല്ല മണം ഉണ്ടാവും അതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഏട്ടനുള്ള ചോറ് ഞാൻ അങ്ങനെ ആക്കി. കിച്ചുവിനുള്ള ചോറ് ഇവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അവനും ചോറാക്കട്ടെ. ഇന്ന് പിന്നെ സാധാ ചോറാണ്, ഇന്നൊരു വെറൈറ്റി ചോറൊന്നുമല്ല. നാളെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ പറ്റുണ്ടാവില്ല. ഇന്ന് പറ്റിയില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എന്താ ഒരേ ഫുഡ് തന്നെ എന്താ പറയുക എന്നും കൊടുത്തയച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഇന്നും കൊടുത്തയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ തിന്നിട്ട് മടുക്കും. അപ്പോൾ നമ്മളത് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡെയിലി ഒരേ ഫുഡ് കൊടുത്തയക്കാത്തത്. പിന്നെ ഈ ചോറെന്ന് പറയുമ്പോൾ നമ്മൾ എന്നും കഴിക്കണ സാധനം തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. പിന്നെ ടീച്ചർ ചീത്തയൊക്കെ പറയും ഇത്രയും ഫുഡ് കഴിക്കണ സമയത്ത്, അല്ലെങ്കിൽ കഴിക്കില്ല. ഒരാൾ ചീത്ത പറയാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവൻ ഇരുന്ന് കഴിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല, കളിച്ചുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഏട്ടന് ഞാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് അത് ഏട്ടന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ മുകളിൽ. പിന്നെ കൈപ്പക്ക ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 പേർക്ക് ഫുഡൊക്കെ ആക്കി വെക്കൽ കഴിഞ്ഞു. അപ്പോൾ ഏട്ടന് കറിയായിട്ടൊന്നുമില്ല. അപ്പോൾ മോരിരിക്കുന്നുണ്ടായിരുന്നു, അത് കുറച്ച് പാത്രത്തിലേക്കൊക്കെ ആക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചാറ് കറിയൊന്നും ഇല്ലാത്ത കാരണം എന്തെങ്കിലുമൊക്കെ ഒഴിക്കാൻ വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിയും കുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കിച്ചുവിന് ഇന്ന് സ്പെഷ്യൽ യൂണിഫോമാണ്, ഇന്ന് ബുധനാഴ്ച ആയ കാരണം കൊണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ഇങ്ങനെ പായുന്നുണ്ട് കേട്ടോ അവൻ. പിന്നെ 2 പേരും ഒരുമിച്ച് തന്നെ കുളിപ്പിക്കുക കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അവളും റെഡിയായി നിൽക്കുന്നുണ്ട്. അവൾക്ക് പോകാറായിട്ടില്ല, ഒരു 9-10 മണിയാകുമ്പോൾ ഞാൻ കൊണ്ടാക്കുള്ളൂ. അവൾ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾ എപ്പോഴും കുളി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ വേഗം. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടാക്കില്ല, അവനെ ബസ്സൊക്കെ കയറ്റി വിട്ടു ഞാൻ. എന്നിട്ട് ഇതാ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല ഇടി മഴയൊക്കെ ആയിരുന്നു കേട്ടുണ്ടായിരുന്നു. ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം അധികം വെയിലൊന്നും ഇല്ല, ചെറിയൊരു വെയിലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാൻ പുറത്തു കൂടെ തുണികളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിത് അംഗനവാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞ് കുളിയും കുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അംഗനവാടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 10 മണി 9:45 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നും ഈ ഒരു ടൈമിൽ തന്നെ പോവുക. അപ്പോൾ ഇവളെന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ അത് എടുത്തില്ലല്ലോ ഇത് എടുത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല ഉഷാറായിട്ട് പോയിട്ട് ആൾ. പക്ഷെ ഞാൻ അംഗനവാടി കൊണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മ ടാറ്റ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയും കേട്ടോ. കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോണ വരെയുള്ള കരച്ചിൽ തന്നെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ വലിയ പ്രശ്നമില്ല. പിന്നെ കരയാതെ
അറിയാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ അംഗനവാടിയിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ. അവരൊന്നും അവിടെ പരിചയപ്പെട്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് വരണവരെ കരച്ചിലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല, അവർക്ക് അവിടെ ഇരുന്ന് കളിക്കണ്ടേ, അങ്ങനെ ശീലിക്കണ്ടേ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും വലിയ കാര്യമാക്കി എടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൾ സൈക്കിളിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് എന്നും പതിവ് പോലെ തന്നെ. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. കിച്ചൊക്കെ വന്നതിന് ശേഷമാണ്, ഏട്ടനും ഒക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം കുട്ടികൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടില്ല. ഞാൻ പോയിട്ട് വെറുതെ ഇരിപ്പ് തന്നെയാണ് കേട്ടോ പണി, ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വൈകുന്നേരത്തിൽ എടുത്തത്. ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകണം കേട്ടോ, കൈയിലേട് വരുന്ന പോവാണ്. ഒന്നുമില്ല, വെറുതെ ഒന്ന് ഒരു 3 ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ടോ പുറത്തു കൂടെ ഒക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ്റെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ട്, ഏട്ടൻ്റെ ചെരുപ്പ് വാങ്ങിക്കണം. അങ്ങനത്തെ ഒരു 1-2 ഉദ്ദേശങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി ഇതാ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ അവർ ചായ കുടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കിച്ചു ഇപ്പോൾ വന്നതിന് ശേഷം ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം സമയത്ത് ഇങ്ങനെ പുറത്തു കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഏട്ടനാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ വേഗം വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഞങ്ങൾ വരും, ഞങ്ങൾ കുറേ ദിവസമായില്ലേ പുറത്തേക്ക് കൂടെ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ ഏട്ടൻ എന്നാൽ ശരി പോകുന്നോ പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും ഇറങ്ങുകയല്ലേ, അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എവിടേക്കാണ് അവോട്ട് പോണത്, വണ്ടി ഇറങ്ങിവിടുമ്പോൾ അവനെ അങ്ങടാണ് ഇറങ്ങി പോകണത്. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ ജ്യൂസ് കുടിക്കാനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ അല്ല കട പറഞ്ഞപ്പോൾ നേരെ അവൻ ഇപ്പുറത്ത് കൂടെ പോയിട്ടുണ്ട്. ഇനി ഇവിടേക്കാണ് കേട്ടോ കയറി പോണത്. അവനറിയാട്ടെ ഇവിടെ നിന്നൊക്കെയാണ് ജ്യൂസ് കുടിക്കാറുള്ളതെന്ന്. അപ്പോൾ നേരെ അവൻ അങ്ങട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി ഉണ്ട്, അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ അതിനുള്ളിൽ കയറിയിട്ടോ. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത് വെച്ചപ്പോൾ അവൻ പറഞ്ഞ് ഷെയ്ക്ക് വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ ഷെയ്ക്ക് ഉണ്ടാവും ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു അവിൽ മിൽക്കൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കൂടെ അങ്ങ് പുറത്തു കൂടെ വണ്ടി പോകുന്നുണ്ട് ഞാൻ വോയിസ് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഓരോ ശബ്ദങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ലേ കസേരയിലൊക്കെ ഒറ്റയ്ക്ക് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം, അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണല്ലോ അവൾ. അപ്പോൾ കുറേ നേരം സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും കുറേ ഫോട്ടോഷൂട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ എന്താ പറയുക ഒന്ന് ഇരുന്നത്. ഞാൻ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എടുക്കണത്. ഏട്ടന് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ മടിയെന്നല്ല, ഈ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര നാണക്കേടാണ് കേട്ടോ. അപ്പോൾ അത് ആ പപ്സൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അതിന് ശേഷമാണ് മറ്റേ ആ വിൽ മിൽക്ക് വന്നത് കേട്ടോ. അപ്പത്തിനും പപ്സ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ തുമ്പിക്കുട്ടിക്ക് കോരി കൊടുക്കുന്നുണ്ട്. അവൾ അച്ഛൻ കൊടുത്തപ്പോൾ അവൾ കഴിച്ചില്ല കേട്ടോ. എനിക്ക് അമ്മ തരും പറഞ്ഞിട്ട് അവൾ കഴിച്ചില്ല. ഏട്ടൻ കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആദ്യം ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന അവിൽ മിൽക്കിൻ്റെ അത്ര പോരാ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അന്ന് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തേന് എന്തോ ഒരു പാളിച്ച പോലെ ഉണ്ട്, അത്ര വലിയൊരു എയിം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഇന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതന്നെ ഉള്ളൂ. പക്ഷേ ഏട്ടന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഓരോ നിർബന്ധത്തിൽ മാത്രമാണ് കേട്ടോ ഏട്ടൻ അതൊക്കെ കഴിക്കുന്നത്. ഏട്ടൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസ് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. അപ്പം ഞങ്ങളവിടുന്ന് ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ ചെരുപ്പും പിന്നെ അതുപോലെ തന്നെ ഫാൻസിയും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 കമ്മൽ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഏട്ടന് ചെരുപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ ഡെയിലി യൂസിനുള്ള ചെരുപ്പാണ്, അല്ലാതെ ചെരുപ്പുണ്ട്. പക്ഷേ ഏട്ടന് വർക്കിനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ചെരുപ്പാണ് പൊട്ടിയത് കേട്ടോ. ഇങ്ങനത്തെ ഈ മോഡൽ ചെരുപ്പ് തന്നെയായിരുന്നു ഏട്ടൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ അങ്ങനത്തെ മോഡൽ തന്നെ ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അത് വേണ്ട, നമ്മളൊരു പ്രാവശ്യം എടുത്തല്ലേ, ഇനി വേറെ എന്തെങ്കിലും നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് വിധം മാറ്റിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ നമ്മുടെ ചെക്കനും പെണ്ണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ ചെരുപ്പുകൾ കംപ്ലീറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ അവൾക്ക് ഓരോന്ന് എടുത്തു കൊടുക്കണ്ടായിരുന്നു, ഇവര് ഓരോന്ന് എടുത്തു കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാറ്റി ഇവരും ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെരുപ്പും ഒക്കെ എടുത്ത് വന്നു. വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടെത്തിയപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ പോലത്തെ സംഭവങ്ങൾ, അതിൻ്റെ ഉള്ളിൽ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ജാതി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൂട്ടലാണ് കേട്ടോ ഇവർക്ക് പണി. അതാണെങ്കിൽ മിഠായികളൊക്കെ പൊട്ടിക്കാനും കിട്ടണില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ തന്നെയാണ്. എന്ത് കുന്തൊക്കെയാണാവോ അറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.